ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും എൻഡിഎക്ക് എംഎൽഎമാർ ഉണ്ടാകുമെന്ന് ബിജെപി മേഖലാ അധ്യക്ഷൻ എ നാഗേഷ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശ്രീ എ നാഗേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഏറ്റവും നല്ല രീതിയിൽ അടിത്തട്ടിലുള്ള സമ്പർക്ക പരിപാടികളും പ്രചരണ പരിപാടികളും വളരെ സജീവമായി തന്നെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന കാഴ്ചയാണ്. എല്ലാ മേഖലയിലും വളരെ ഉത്സാഹവും ആവേശവും നൽകുന്ന തെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതുമുഖമൊന്നുമല്ല, മുൻപ് 2 തവണ പുതുക്കാട് നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. ആ ഒരു പരിചയം ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 100% എന്നെ അറിയാത്ത ആളുകൾ ഈ നിയോജക മണ്ഡലത്തിലില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല സ്വീകാര്യത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് 100% എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പൊതുവെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ കൊടകര രൂപം മാറിയെത്തിയ മണ്ഡലമാണ്. ഇടത് പ്രതിനിധികൾ മാത്രമേ നിയമസഭയിൽ എത്തിയിട്ടുള്ളൂ. ഇടതുമുന്നണിക്ക് ശക്തമായ അടിത്തറയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. UDF ആണെങ്കിൽ 4 പതിറ്റാണ്ടിന് ശേഷം ഒരു നാട്ടുകാരനെ രംഗത്തിറക്കിയെന്ന് പറയുന്നു. അത്തരം വെല്ലുവിളികളെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നും വിജയം സമ്മാനിച്ച ചരിത്രപരമായ നേട്ടം കൈവരിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ താമരടയാളത്തിൽ വോട്ട് ലഭിച്ച മണ്ഡലം 62,000-ഓളം ആളുകൾ വോട്ട് ചെയ്ത് 12,000-അപ്പുറത്തേക്ക് ഭൂരിപക്ഷമുണ്ടായ മണ്ഡലം ഈ പുതുക്കാട് മണ്ഡലമാണ്. എറണാകുളം മേഖലാ പ്രസിഡന്റ് കൂടിയാണ് BJPയുടെ ശ്രീ എ നാഗേഷ്. ഈ മേഖലയിൽ പൊതുവെ എങ്ങനെയാണ് BJPയുടെ വിജയ സാധ്യതകൾ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തൃശൂർ ജില്ലയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഞെട്ടിച്ചുകൊണ്ട് മിന്നും വിജയം സമ്മാനിച്ചിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശൂർ ജില്ല. എല്ലാ മേഖലയിലും മണലൂരിലായാലും ഇരിഞ്ഞാലക്കുടയിലായാലും കൊടുങ്ങല്ലൂരിലായാലും നാട്ടികയിലായാലും എല്ലാ മേഖലയിലും, എന്തിനേറെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിലടക്കം ശക്തമായ മുന്നേറ്റം നടത്താനും ത്രികോണ മത്സരം സൃഷ്ടിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ച് മിന്നും വിജയത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാരെ സമ്മാനിക്കുന്ന ജില്ലയായി തൃശൂർ ജില്ല മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും.